അല്ലേ 2 കഷ്ണം ചിക്കൻ കറി കൊണ്ടേ എല്ലാവരും കൊണ്ട് ചോറിൻ്റെ പറയും. ആകെ 2 ഓരോ കഷ്ണമൊക്കെ ഉള്ളത് ഉണ്ടായിരുന്നല്ലോ. അതും കൊണ്ട് ഇന്നലെ കൂട്ടാൻ വെച്ചാൽ ആ കൂട്ടാൻ അത്രയ്ക്കും കേട് വന്നോട്ടോ. ഉച്ചയ്ക്ക് രാവിലെയാണ് പറഞ്ഞു വെച്ചാൽ ആരും കഞ്ഞി കുടിച്ചില്ല. ഉച്ചയ്ക്ക് നോക്കുമ്പോഴേക്കും ഫ്രിഡ്ജിൽ വെച്ചില്ല. ഈ ഫ്രിഡ്ജിൽ വെച്ചോ കൊണ്ടുപോയിട്ട് ഇന്നലെ കേട് വന്നിരുന്നത്. അപ്പോഴേ നമ്മളിന്ന് നമ്മുടെ വൈകുന്നേരത്തെ വിശേഷം കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴും നോക്കുമ്പോൾ വിറകിന് കുറച്ചു നേരം പോകണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ നല്ല മഴ വരുന്നുണ്ട് തോന്നുന്നുണ്ട്. നല്ല ഇടിയൊക്കെ വെട്ടുന്നുണ്ട്. ഇടി അത് ചിലപ്പോൾ ഇങ്ങനെ കാറ്റത്ത് കൊണ്ടുപോകുമെന്ന് പറയില്ലേ, മഴ കൊണ്ടുപോകാൻ പറയില്ല. അപ്പം ഇനി രാത്രിയിൽ വീഡിയോ എടുക്കൽ ചിലപ്പോൾ പ്രയാസമായിരിക്കും. കാരണം രാത്രിയിൽ മഴ ഇത് കഴിഞ്ഞാൽ കറണ്ട് ഇല്ലാതെ കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. നീ ചോറ് വെക്കണല്ലേ? എന്താ തല്ലൂടി കളിക്കണ്? അല്ലേട്ടാ, നമ്മുടെ കുഞ്ഞുണ്ണി ഇല്ലേ, ഇന്ന് രാവിലെ പോയിട്ട് എപ്പോഴാ വന്ന് വെച്ചേക്കാ? എവിടേക്കടാ പോയത്? എവിടേക്കടാ പോയത് കുഞ്ഞുണ്ണി നീ? കണ്ടോ എന്താ വെള്ളം ഫ്രിഡ്ജിത്തെ തൊടുത്ത കട്ടൈസും കട്ട്. അമ്മു എന്താ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടാട്ടോ. വൈകുന്നേരത്തെ ഇപ്പോൾ ചായ കൂടി ഇല്ല, ചൂട് കാരണം ഇടീൻ്റെ മുഴക്കം കറിയുണ്ടാവും. അപ്പോൾ വൈകുന്നേരത്തെ തണ്ണിമത്ത. നീ ഇത് വേണോ? ആ സതിയേട്ടന് വേണ്ട ഒരു കഷ്ണം ഇനി എടുക്കണ്ട കേട്ടോ. ഓ ഇനിയുള്ളത് ചാച്ചന അവിടെ എടുത്ത് വെക്കുമ്പോ അടച്ചേക്ക്. എന്ത് സൂന്യം മഴ പെയ്യാത്ത ഈ പറയൂ. ഞാന് മഴ ചാറില്ലേ നോക്കിയിട്ട് വേണം മിറ്റടിക്കാൻ പറഞ്ഞിട്ടാണ് ഞാനിരിക്കുന്നത്. ചാറാണ് പറഞ്ഞു വെച്ചാല് പിന്നെ എന്താ ചെയ്യണ്ടല്ലോ. ചപ്പാത്തി ഉണ്ടാക്കണ്ട രാത്രി. എന്താ ചപ്പാത്തി മത്തിക്കറിയും കൂട്ടുകള്? വെറും ചപ്പാത്തി തിന്നാലോ. ഇനി ചപ്പാത്തി മത്തിക്കറി എന്താണ് ചേർച്ചില്ലേ? ഓരോരുത്തരോട് ചപ്പാത്തിയും രസം കൂട്ടണം. ഇങ്ങനെയാണ് ചപ്പാത്തിയും മത്തിക്കറി. അപ്പൊ അതാണ് അങ്ങനെയൊക്കെ കഴിക്കാച്ചെങ്കിൽ പിന്നെ എന്താണ് ചപ്പാത്തിക്ക് മീൻകറി കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ പുട്ടിനൊക്കെ കഴിക്കാസ്. പിന്നെ മീൻകറി കൂട്ടിട്ട് പുട്ടൊക്കെ എന്താണ് കടയിൽ കൂടി ഉണ്ട് മീൻകറി, മീൻകറി. അത് ശരിയാ. അപ്പോൾ ഇനി എന്താപ്പോൾ ഇന്നിങ്ങനെയല്ലേ ഈ മഴ വരുമ്പോൾ നമുക്കൊരു പണിയെടുക്കാനൊരു അമ്മാന്താണ് കേട്ടോ. ചെയ്യണ്ടേ. ഇത് സൈക്കിളിൽ ചെയിൻ ഊരിയിട്ട് നടക്കുന്ന പൊന്നു കേട്ടോ. അതെവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ സൈക്കിൾ തുരുമ്പെടുക്കും. അതാ ഓരോ റോഡ് കൂടെ അങ്ങോട്ട് പോകുന്നു. എടാ കുഞ്ഞാ അതവിടെ എടുത്തേക്കടാ. അതാ ഒന്ന് മഴ. പൊന്നു വാടാ പൊന്നു വായ അതാ മഴ വന്നു. ഓടിയോ ഉള്ളിൽ കയറി ചാത്തപ്പ വരുന്നൊക്കെ ഓടുന്നിട്ട് വായോ ഇവിടെ വന്ന് ഉള്ളിൽ കയറ്. ചാത്തപ്പ വേഗം വണ്ടിയുടെ ഉള്ളിൽ കയറി. മഴ കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. മഴ കിട്ടും തോന്നുന്നുണ്ട്. അറിയാം മഴ കിട്ടട്ടെ. ഞാനിങ്ങനെ മഴ കാത്ത് ഇരിക്കുകയാണ് പറഞ്ഞല്ലേ. വേഴാമ്പലിനെ പോലെ ദിവസം വൈകുന്നേരത്തെ മഴ പെയ്യുമ്പോഴേ നല്ല സുഖാട്ടോ അല്ലേ സുകന്യേ? ഇവിടെ ഉണ്ട് ചോറിന് അരി ഇട്ടാലോ? ഇവിടെ ഇട്ടാ പറ്റില്ല. അരി എടുത്തിട്ട് വരണ്ടേ? അല്ല വാതിലടച്ചില്ല അവിടുത്തെ. ഇവിടെ ഇല്ല അരി അവിടെ ഇല്ലേ? കാണേ തിന്നു സൂന്. ഗംഭീരാണ് തോന്നിട്ടാ. പായസം വേണേ തിന്നോ. നല്ല മഴ തന്നെയാണ് തോന്നുന്നു. ഉഷാറായിരുന്നു പായസം. ആണോ? എനിക്ക് തന്നെ മഴ നോക്ക അടിപൊളി. വാണി തന്നെ കൊതിയ പണ്ടക്ക്. അവളാകെ സങ്കടത്തിലിരിക്കുകയാണ്. വാഴ കണ്ട സങ്കടത്തിലിരിക്കുകയാണ്, കരഞ്ഞ് തളർന്നിട്ട്. ഏയ് ചപ്പോ
ഉഷാറാട്ടോ. ഇവിടെ പാത്തി വെച്ചോണ്ട് മഴ അറിയില്ല അല്ലേ? ഇവിടെ വെച്ചും കൂടെ അറിയില്ല. നായ്ക്കൾ ഓട് നോക്ക്. ഒന്നാമത് അതല്ലേ പ്രശ്നേ, മഴ പെയ്തു കഴിഞ്ഞു വെച്ചല്ലേ സൂര്യനെ, ഒരു പണി അധികം കാര്യമായിട്ട് പണികൾ ഉണ്ടാവില്ല കേട്ടോ. അതാണ് പിന്നെ വലിയൊരു പ്രത്യേകത. ഇനി ചോറ് വയ്ക്കുക മാത്രമേ വേണ്ടുള്ളൂ. ചോറ് വയ്ക്കുക, വിളക്ക് വയ്ക്കുക, ഉള്ളൊന്ന് അടിച്ചോരി ഇടുക. പാത്രങ്ങൾ പിന്നെ അപ്പപ്പം കഴിയതും കൊണ്ട് പാത്രം കഴുകണ്ടാവില്ല. കാറ്റ് വീശില്ല. ഭാഗ്യത്തിന് കാറ്റ് വീശില്ല അറിയാം. അതന്നെ കുട്ടികളോടൊന്നില്ലേ എന്താ ഒന്ന് കേറ് നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ, മഴയത്തൊന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ കയറിയിട്ട് മഴയത്ത് ഇറങ്ങി പറഞ്ഞു എപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാവും. സിറ്റ് ഔട്ടിൻ്റെ അവിടുത്തെ അവസ്ഥ കാണിക്കുക, അപ്പോഴേ അറിയുള്ളൂ. ഇപ്പോൾ മഴത്തുള്ളി വീണൊന്നും കൂട്ടുകാർക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. മഴ കാണാൻ വന്നിരിക്കുകയാണ്. നല്ല അത് ആഴി പോവല്ല, അത് താഴേക്ക് വെള്ളത്തുള്ളികൾ വീടുമ്പല്ലേ, അതിങ്ങനെ മേലേക്ക് തെറിക്കണേ. ഇവിടെ മെറ്റിലിടണം കേട്ടോ. ചളിയാവും. ചളിയാവും. അത് അച്ഛന്റെ പണിയല്ലേ. അതന്ന് കാണിപ്പാട്ടിന് വേണ്ടിട്ടാണ്, കാണിപ്പാട്ടിന് വേണ്ടി മാറ്റിച്ചാണ്. ഇവിടുന്ന് അതുവരെ മെറ്റിലിടണം. കുഞ്ഞു അമ്മ എവിടാ? കണ്ടോ എന്താ മഴ, മഴ മഴ കുട കുട. ഏയ് നമ്മോ അവിടേക്ക് ഇറങ്ങട്ടെ എന്നാ വിളിക്കണേ. അങ്ങോട്ട് ഇറങ്ങണ്ട, മഴയത്ത് കുളിക്കില്ല. മഴ നല്ല ശക്തി കൂടുതലേ. കടലയും കട്ടൻ ചായയും ഉണ്ടെങ്കിൽ സൂപ്പറായേനെ. ചായ ഇപ്പൊ വൈകുന്നേരത്ത് കുടിക്കണേ ഇല്ല. ചായ വെച്ച് കഴിഞ്ഞു വെച്ചാലേ ആദ്യ ഇങ്ങനെ ശക്തിയിലേ, ഇങ്ങനെ ശക്തിയിൽ ആദ്യമായിട്ടല്ലേ രാത്രി പെയ്തു. കുറച്ചു നേരം ഇന്നലെ അപ്പോഴേ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കറണ്ട് പോയിക്കായിരുന്നു കേട്ടോ. അതാ 7:45 ആവാറായപ്പോഴാണ് കറണ്ട് വന്നത്. കറണ്ട് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു വേഗം എന്തായാലും കഴിക്കുക. 7:45 7:45 7:45. അപ്പൊ ചപ്പാത്തിയാണ് കേട്ടോ. ചപ്പാത്തി കറി, പിന്നെ ചോറ് വേണ്ടവർക്ക് ചോറുണ്ട്, പിന്നെ മീൻകറി ഉണ്ട് അല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന്? ചപ്പാത്തി കൂട്ടി കഴിക്കണൊക്കെ ചപ്പാത്തിയാണ് പറഞ്ഞാൽ എല്ലാവരുടെയും വയറ്. ചെറിയവരൊക്കെ അവിടെ ഇരുന്ന് കഴിക്കണുണ്ടോ? എത്ര കിട്ടിയാലും ഇവിടെ വന്ന് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുകയില്ല കേട്ടോ. എത്ര നമ്മള് അവർക്ക് കഴിക്കാൻ പറ്റുമോ എന്താ അത് മുഴുവൻ കഴിക്കാണ്ട് ഇങ്ങോട്ട് വന്ന. അയ്യോ കറിയില്ലടി, ഒഴിച്ചു കൊടുക്ക. ഏട്ടൻ കറി ഒഴിച്ചു കൊടുക്കുമ്പല്ലേ പോരാ 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 പറഞ്ഞിട്ടില്ലേ. രണ്ട് കറി. എന്താ അവന്റെ വാശി കാണണം. അപ്പോ പൂരപ്പറമ്പ് കഴിഞ്ഞ് പൂരപ്പറമ്പ് പോലെ ഉണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ എടുത്ത് മാറ്റി ഒതുക്കി വെക്കണം, കഴുകിയിട്ട്. ഉപ്പേരിയൊക്കെ ഇതവിടെ തുറന്നാ വെച്ചേക്കണത്. രാവിലെ വെച്ച ഉപ്പേരി കേട്ടോ. ഇനി ഉണ്ടിരിക്കുന്നു. ഇനി ഇതൊക്കെ കൂട്ട. കറണ്ട് അങ്ങനെ തന്നെയല്ലേ. കാറ്റൊന്നും വീശിയില്ല. അപ്പോഴേക്കും കറണ്ടിന്റെ വഴിക്ക് പോയി. നമ്മളെ തണുപ്പിടിച്ചില്ല, നല്ല മഴ പെയ്തിട്ടും തണുപ്പിടിച്ചില്ല. ഇനി കറിയില്ലേ, മുളക് ചാറ് വെച്ചതിൽ കുറച്ച് തേങ്ങ അരച്ചൊഴിക്കണം കേട്ടോ. നാളേക്ക് മുളക് ചാറ് രസം ഉണ്ടാവും. പക്ഷെ മുളക് ചാറ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് നാളെ ആലോചിച്ചിട്ട് ചെയ്താൽ മതി. മുളക് ചാറ് ഒന്നുകൂടെ ഉഷാറാവും. കാഞ്ഞോ? വയറ് നിറഞ്ഞോ? നല്ല നിറഞ്ഞോ? ആ മതി, അത്ര തന്നെ ഉച്ചക്ക്. അത് കുഞ്ഞേട്ടനെ കഴിച്ചു തോന്നുന്നുണ്ട്. ആ കൈ കഴുകാൻ വരികയാണോ ഏട്ടാ? നല്ല കുൽക്കുഴീണ് കേട്ടോ പൊന്നെ, നല്ല കുൽക്കുഴീണേ.
ഏട്ടൻ കുഞ്ഞേന്ന് വിളിക്കുന്ന സുകന്യനെ വിചാരിച്ചിട്ട് കുഞ്ഞ ഓ സുകന്യല്ല കുഞ്ഞ്. മുട്ട വറുത്ത മുട്ട. സുകന്യ കുഞ്ഞാണ്. ചില്ലറ കുഞ്ഞൊന്നല്ല. അവൾ എന്ത് എന്താ കുഞ്ഞ? സൗണ്ട് വെക്കാൻ എപ്പോഴാ കഴിയാന്ന്. സൗണ്ട് ഒന്നും തീരില്ല. നാളെ രാവിലെ മുട്ട ഉണ്ടാക്കിക്കോ. കുട്ട ചെറിയ ഉടച്ചു കൊടുക്കടാ. എന്താ കുട്ടി വൈകുന്നേരത്തെ മതി 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 കുഴിഞ്ഞാ മതി. ഓ ചേട്ടാ വൈകുന്നേരേ മഴ പെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മക്കൊരു പേടിയല്ലേ. കാറ്റ് വീശുമ്പോഴേ അതവിടെ കണ്ടില്ലേ ഇഷ്ടം പോലെ മരം. സുഖിനെ എന്ത് വിശ്വസിച്ചിട്ടാണോ അവിടെ കിടക്കണം? ഇവിടെ കിടന്നാ മതി കേട്ടോ. ആ പൈപ്പ് നിർത്ത് പൊന്ന് തുറന്ന്. ഏട്ടാ എന്തിനാ പേടിക്കുന്ന സുഖനെ? ഈ ഇവിടെ വന്ന് കിടക്ക്. നിന്റെ അടുത്ത് ആരാ ഇവിടെ കിടക്കണ്ട പറഞ്ഞല്ലേ? ആർക്കാ സുകന്യക്ക് പേടി? സുകന്യക്ക് പേടിയില്ലാതാണല്ലോ. എന്ത് കഞ്ഞിവെള്ള പാത്രത്തിൽ ഒഴിക്ക. എന്തിനു പഠിക്കണേ? ഏത് മരം? ഏത് മരം? അതിന്റെ 2 പൊട്ടി കൊണ്ട് ഒന്നും ആയിട്ടില്ല. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യാൻ? ബാക്കി എന്ത് വീഴാണ്? ഈ ധൈര്യമായിട്ട് എന്താ സുകന്യ? അച്ചുല്ലേ അതൊന്നും പൊട്ടി വീഴില്ല. ഈ എന്തിനൊക്കെ പറയുന്നു? അമ്മു എന്തിനാണ് ഈ നെഗറ്റീവ് ചിന്തിക്കുന്നത്? എന്തിനാണ് നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കരുത്. മഴ ഇതിപ്പോ ഇപ്പല്ല ആദ്യമായിട്ടല്ലോ. അതൊക്കെ പേടി തോന്നുന്നു പറഞ്ഞ ഇവിടെ കന്ന് കിടന്നോ? ഇപ്പൊ പറഞ്ഞിട്ട് വേണ്ടല്ലോ അതൊക്കെ ചെയ്യണമെങ്കിൽ. ഏട്ടാ ഒരു കാര്യം പറയട്ടെ. നമ്മളില്ലേ പെങ്ങള് വന്നോന്ന് കുറെ പേര് ചോദിച്ചിരുന്നേ. പെങ്ങള് മറ്റന്നേണ് കേട്ടോ, ഞായറാഴ്ച വരുള്ളൂ. നാളെ നമുക്ക് വിരുന്നുകാരുണ്ട്. നാളെ വീട്ടിൽ നിന്ന് അമ്മയും കുട്ടികളൊക്കെ വരും. അപ്പോൾ അമ്മേനെ വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നുണ്ടാവും, വീഡിയോയിൽ വരുന്നുണ്ടാവും. കുട്ടികളും ഇവിടെ വരുന്നുണ്ടേ, എല്ലാവരും വരുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്താണെന്നറിയോ, വീഡിയോയിൽ കാണിക്കാനും മടി. ഇപ്പം നമ്മുടെ അമ്മൂട്ടി തന്നെ കണ്ടില്ലേ വീഡിയോയിൽ വരുമ്പോൾ ക്ലാസ്സിൽ പോകുമ്പോൾ കൂട്ടുകാരികൾ ഇങ്ങനെ പറയും, ചോദിക്കൂത്രേ. അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ അവർക്കൊരു മടിയല്ലേ. അപ്പം അത് കാരണം ഇനി അതുപോലെ നിൻ്റെ അമ്മായിയുടെ വീഡിയോ കണ്ടടാ, നിൻ്റെ അമ്മായിയുടെ വീഡിയോ കണ്ട. പിന്നെ അതല്ല കേട്ടോ, ഒരു രസം പറയട്ടെ. നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയ സമയത്ത് നമ്മളെ ഒരു നെഗറ്റീവ് എപ്പോഴും ഒരു കൂട്ടർ നെഗറ്റീവ് അറിയുന്നു കേട്ടോ. നമുക്ക് നാണോ മാനോ ഇല്ല, നമ്മൾ നമ്മുടെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്നിട്ട് അവരിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ്. നമുക്ക് ഭയങ്കര സന്തോഷമില്ല കേട്ടോ. നമ്മളെന്തൊക്കെ പറഞ്ഞിരുന്നതാ പറഞ്ഞിട്ടാ നെഗറ്റീവ് പറഞ്ഞിട്ടോ. നമുക്ക് നാണോമാനം ഇല്ല. നമ്മളെന്താ അത് നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളാട്ടോ പറഞ്ഞത്. നമുക്ക് നാണോമാനം ഇല്ല, ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം അതേപോലെ അതേപോലെ അവർ വീഡിയോ ഇടുന്നു. അപ്പം ഇത് എന്താണ് ഇതിനൊക്കെ നമ്മൾ മറുപടി പറയുക? ഒന്നും പറയേണ്ടതാണ് പറയുന്നത്. പണ്ടൊക്കെ ദൈവം പിന്നെ ഇപ്പൊക്കെ ദൈവമല്ലേ. അപ്പം നമുക്കിതുപോലെ അവരുടെ പോലെ നമുക്ക് പറയാൻ അറിയാണ്ടല്ല. നമ്മളും അവരും പാടെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരും തമ്മിൽ എന്താണ് വ്യത്യാസം? സുകന്യയുടെ അടുത്തും പറയാറുണ്ട്. പക്ഷെ സുകന്യക്ക് താല്പര്യമില്ലാത്ത ഞാൻ എന്താ ചെയ്യുന്നത്? പിന്നെ അതേപോലെ തന്നെ സുകന്യക്ക് ബിസിനസ് ചെയ്യുന്നത് എന്താണ് ചെയ്യാത്തത് എന്ന് കുറേ പേര് പിന്നെ വീഡിയോയിൽ പറഞ്ഞത്. അപ്പം അത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വീഡിയോ ചെയ്യേണ്ട ആ സമയത്താണ് ഇത് സാധനങ്ങൾ വാങ്ങി വെച്ചത് നമ്മൾ കാണിച്ചു തന്നിരുന്നല്ലോ. അപ്പോൾ ആ ചെയ്യേണ്ട സമയത്താണ് ഏട്ടൻ്റെ ആശുപത്രി കേസുകൾ, അതിൻ്റെ ഇടയിൽ നമ്മുടേതായ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഞാൻ നിൽക്കണം. നമുക്ക് മുമ്പിൽ നമ്മൾ 1.5 കിലോമീറ്റർ മുമ്പിൽ പായണം, എന്നാലാണ് കാര്യങ്ങൾ നടക്കും. അപ്പോൾ അത് കാരണം അവർക്കിപ്പോൾ എടുത്തു കൊണ്ടുവന്നിട്ട് ചെയ്യാനോ സെയിൽ ചെയ്യാനോ ഒന്നിനും പറ്റില്ല. ഒക്കെ നമ്മൾ തന്നെ നിൽക്കണം. അതിന് നമുക്കൊരു അവസരം സമയം കിട്ടിയില്ല. സത്യം പറയാച്ചാൽ അതാണ് കേട്ടോ. ഏട്ടൻ്റെ ഒരു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കും ഈ കാണുന്ന പോലെ ഒന്നല്ല, നമുക്കും വയ്യ. ഈ ഓരോരോ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന്. ഇതങ്ങോട്ട് കൊണ്ടേക്കോ. ഇവിടുത്തെ പാത്രം അവിടെ, അവിടുത്തെ പാത്രം ഇവിടെ. എൻ്റെ അപ്പോ അടുത്ത വീട് വെച്ചുകൊണ്ടാണ്. ആടി ഇന്ന നിനക്ക് എന്നെ കാണണ്ടല്ലോ അല്ലേ? അടുത്ത വീട് വെച്ചോണ്ട് ഇപ്പൊ എന്തായി? ആംപ്ലേറ്റ് ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ട് വിളമ്പാരായില്ലേ?
അടുത്ത വീട് വെച്ചോണ്ടിപ്പോ എന്താ ആംപ്ലേറ്റ് ഇവിടുന്ന് ഉണ്ടാക്കിട്ട് അവിടെ പോയിട്ട് വിളംബരായില്ലേ ഇന്ന് ആലോചിക്കേക്ക് അടുപ്പ് ഊതണ്ടേ ദൂരെ ഇനി വീട് വെക്കുമ്പോ ദൂരെ പോയി വെച്ചോ ഇല്ലേട്ടാ കാഞ്ഞിരാനി പോയി വെച്ചോ കാഞ്ഞിരാനി പോയി വെക്കളെ അപ്പൊ പിന്നെ ഞങ്ങളെ കാണണ്ടല്ലോ അപ്പൊ വീട്ടുകാരും പറയും എന്തിനാ നീ ഇങ്ങോട്ട് വന്നതെന്ന് അപ്പൊ കല്ലടിക്കോട് വാങ്ങി വെച്ചല്ലേ ആരും ഇല്ലാത്തോടത്ത് അപ്പൊ ഈയല്ലേ പറഞ്ഞതില്ലേട്ടാ ഞാനാണ് പറഞ്ഞില്ലേ നമ്മക്ക് ബുദ്ധിമുട്ടില്ലല്ലോ അതിന് ഞാൻ നിനക്കല്ലേ ബുദ്ധിമുട്ട് അപ്പൊ നീ ദൂരെ പോക്കോ എന്താ ഇവിടുത്തെ ലൈറ്റ് എന്താ ഇടാത്തത് അപ്പൊ അങ്ങേര് നോക്കണ്ട നീ കണ്ട് ലേറ്റ് ഇട്ടോ ഇരുട്ടത്ത് നടക്കണം നീയല്ലേ അങ്ങേരാണോ അന്നെ കൊണ്ട് ചടച്ചു പോയില്ലേ പാത്രം കല്യാണ വാർഷികം കഴിഞ്ഞിട്ട് 3 ദിവസമായി ഫുഡിന്റെ പാത്രം ഞാൻ കൊണ്ടുപോയിട്ടില്ലല്ലേ ഒന്ന് വേണ്ട പോകുന്നുണ്ട് ഒന്നും വേണ്ട പോകുന്നുണ്ടാവേ പിന്നെ ഇപ്പൊ ഇത് ചെറിയ ഇടപാടല്ലേ അപ്പൊ ഇപ്പോ അവർക്കൊക്കെ വലിയ പാത്രത്തിന്റെ ഇടപാടല്ലേ ഇതൊന്നും ഇല്ലെങ്കിൽ വിഷയം ഒന്നും ബാധിക്കണ്ടാവില്ലേ ശരിയാ അതാണ് എല്ലാവരും ഇങ്ങനെയൊക്കെ വന്ന് കൊണ്ടുണ്ടാ നമ്മുടെ അടുക്കളയാണല്ലേ വൃത്തിയാക്കി ഇട്ടാലില്ലേ ഇനിയിപ്പോൾ ലാസ്റ്റ് ഇത് കഴിക്കേണ്ട കഴിഞ്ഞു വിചാരിക്കില്ലേ കഴിച്ച് കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് വിചാരിക്കില്ലേ ഇനി കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഓരോരുത്തർക്ക് ഇനി അടുത്തത് വരിക ലേട്ടാ കഴിക്കാൻ പാത്രം കഴുകൽ കഴിഞ്ഞു അപ്പോൾ വലിയ മുട്ട വറുത്തിട്ടേ ഇനി അടുക്കളല്ലേ ഇത് അവരുടെ പാത്രങ്ങൾ കൊണ്ടുപോയിട്ടില്ല കേട്ടോ കല്യാണ വാർഷികം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി വെച്ചിട്ടാ പാത്രങ്ങൾ കൊണ്ടുപോണ്ടേ രാവിലെ ഇങ്ങനെ കാണുമ്പോൾ അടുക്കള ഇങ്ങനെ തിളങ്ങണം എന്താ കുഞ്ഞാ കുളിക്ക് അപ്പൊ ഒന്നും കുളിച്ചിട്ടില്ലേ രാവിലെ അല്ലേ കുളിച്ച് ഇപ്പൊ കുളിച്ചിട്ടില്ലല്ലോ തുണിയൊക്കെ കുട്ടികൾ മടക്കി വെച്ചു കേട്ടോ അതുകൊണ്ട് തുണികളൊന്നുമില്ല ഇനിയില്ലേ എന്താ പണിയെന്നറിയോ നമ്മുടെ പപ്പൂന് ചോറ് കൊടുക്കണം പപ്പൂന് അത് കുഴച്ച് കുട്ടികളുടെ പോലെ കൊടുക്കണം അപ്പോൾ ഇനി നമ്മൾ ഒന്നും ചെയ്യില്ല കേട്ടോ അടുപ്പിലൊന്നും ചെയ്യില്ല ചെയ്യേണ്ട പണി കഴിഞ്ഞു ഇനി നമ്മൾ നാളെ രാവിലെ അടുക്കളയ്ക്ക് വരുള്ളൂ അല്ലേ അപ്പോഴേ ഇന്നലെ നമുക്കൊരു കമൻ്റ് ഉണ്ടായിരുന്നേ നമ്മൾ ജപ്പാനിലുള്ള ആമിയുടെ കമൻറ്റ് എന്താ എന്ത് ഹൈഡ് ചെയ്ത് വെച്ചൊക്കെയാണെന്ന് അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ കമൻറ്റും ഹൈഡ് ചെയ്ത് വെക്കുകയാണ് അതെന്താ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കമൻറ്റിന് ആരും ലൈക്ക് അടിക്കില്ല അപ്പോൾ അത് ആ ലൈക്ക് അടിക്കാത്തതുകൊണ്ട് അവരത് ഹൈഡ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് ലൈക്ക് അടിക്കാത്തതെന്നാണ് പറയുന്നത് ഇന്ന് അങ്ങനെയാണ് പറഞ്ഞു വെച്ചാൽ അവർക്ക് വീഡിയോ കാണാൻ പറ്റില്ലല്ലോ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണാൻ പറ്റുന്നുണ്ട് കമൻറ്റ് ഇടാനും പറ്റുന്നുണ്ട് അപ്പൊ അതെങ്ങനെ എനിക്കറിയില്ല അവര് കമന്റിന് ലൈക്ക് അടിക്കില്ല അതുകൊണ്ടാ അതാ അവര് പ്രശ്നം തന്നെ ലൈക്ക് അടിക്കില്ല അപ്പൊ അതുകൊണ്ട് അവർക്ക് കമന്റ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പറയുന്നത് ശരിക്കും നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ എന്താ ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട് അതില്ല എന്ന് പറയില്ല പറയുന്ന കമന്റ് അപ്പം അത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒത്തൊരുമിച്ച് പോകുമ്പോൾ ആവശ്യമില്ലാത്ത കമൻറ്റുകളാണ് പറഞ്ഞു വെച്ചാൽ അത് രണ്ട് കൂട്ടർക്ക് അത് പ്രശ്നമല്ലേ കമൻറ്റുകൾ ഇപ്പോൾ നമ്മൾ വീട്ടുകാരും ഒക്കെ കാണുന്നുണ്ട് എല്ലാവരും കാണുന്ന ഇപ്പം എന്നെ പറയുമ്പോൾ എൻ്റെ ഏട്ടന്മാർ കാണാറുണ്ട് അപ്പോൾ എല്ലാവരും ഇത് കാണുന്നത് തന്നെയല്ലേ അപ്പോൾ അങ്ങനെ എന്താ പോലീസ് അവർ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇനി എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ നിങ്ങളത് ഡിലീറ്റ് ചെയ്തോളൂ വരുന്ന കമൻറ്റുകൾ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട് കേട്ടോ ആവശ്യമില്ല നമ്മൾ ഇന്നേ വരെ നമ്മളോട് മോശമായ രീതിയിൽ പറഞ്ഞിട്ടും കൂടി നമ്മൾ അവരുടെ എന്താ ഡിലീറ്റ് ചെയ്ത് കളയുക എന്നല്ലാതെ ആരും നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടില്ല ഇതിൽ നമുക്ക് ആരെയും ബ്ലോക്ക് ചെയ്യുന്ന മാത്രമല്ല നമ്മുടെ വീഡിയോ വേറൊരു ടീം എടുത്തിട്ട് എത്രയോ വീഡിയോ നമ്മുടെ വീഡിയോ ചോർത്തിയിട്ട് അവർ ചാനലിൽ ഇട്ടിരുന്നു എന്നിട്ട് പോലും നമ്മൾ അവരുടെ മുഖം കാണിക്കാൻ അവരുടെ ചാനലിന്റെ പേര് പറയുന്ന ആരാന്ന് പറയാനൊന്നും ആരാ നമുക്കറിയില്ല പക്ഷെ അവരുടെ മുഖം കാണിക്കാനോ അവർ ചെയ്ത വീഡിയോ അവരുടെ മുഖം കാണിച്ചുള്ള വീഡിയോ നമ്മുടെ കയ്യിലുണ്ടായിരുന്നാണ് അതുപോലും നമ്മളൊന്നും ചെയ്തില്ല നമ്മളെ മര്യാദയ്ക്ക് അവർ ബുദ്ധിമുട്ടിച്ചാണ് 1-2 ദിവസമല്ലേ എത്രയോ വീഡിയോ
നല്ല രീതിക്ക് വീഡിയോ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ അവർ ഓടിച്ച് നമ്മുടെ വീഡിയോ ഓട്ടം നിർത്തിയവരാണ്. നമുക്ക് ഏത് പക വേണമെങ്കിൽ ഏത് രീതിക്ക് വേണമെങ്കിൽ അവരെ തിരിച്ചും ബുദ്ധിമുട്ടിക്കാൻ പറ്റും. എന്നിട്ട് പോലും നമ്മൾ മോശമായ രീതിക്കോ അതിലൊരു വാക്ക് പറയാനോ അവർ മുഖം കാണിച്ചത് അവരെന്തെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിക്ക് നമ്മൾ ചെയ്യാൻ നമ്മൾ നിന്നിട്ടില്ല. നമ്മളെ ഇങ്ങോട്ട് ബുദ്ധിമുട്ടിച്ചാൽ കൂടി നമ്മൾ ആരെയും അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കാറില്ല. അതാണ് നമ്മുടെ ശീലം, നമ്മുടെ പതിവുകൾ. നമ്മൾ ആരെയും വിഷമിപ്പിക്കണം എന്ന് വിചാരിച്ച് പിന്നെ പറഞ്ഞാൽ ഫോൺ വിളിച്ചാൽ ചിലപ്പോൾ ചില കൂട്ടുകാർ പറയാറ് പോലെ എടുക്കാൻ പറ്റാറില്ല. നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. നമ്മൾ എന്താ രണ്ട് നല്ല തിരക്കിലാണ് പറഞ്ഞില്ലേ, നല്ല തിരക്ക്. എനിക്കിതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ പാത്രം കീഴ തുണി എടുക്കാൻ മാത്രമല്ല നമ്മളെല്ലാ പ്ലാറ്റ്ഫോമിലും വീഡിയോ ചെയ്യുന്നതാണ്. ഫേസ്ബുക്കിൽ, യൂട്യൂബിലും, എക്സിൽ, ഇൻസ്റ്റ എല്ലാത്തിലും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ വീഡിയോ ഇടലും ഇതിൻ്റെ തിരക്കുകളും വീഡിയോ എടുക്കലും അതേമാതിരി 100 കൂട്ടം കാര്യങ്ങൾ, 2 വീട്ടിലത്തെ കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ, വീട്ടിലത്തെ കാര്യങ്ങൾ, പുറത്തെ കാര്യങ്ങൾ, അങ്ങനെ എല്ലാം ഉണ്ടല്ലോ. നമുക്കത് വീഡിയോ മാത്രം എടുത്തിട്ട് പണിക്കാരെ വെച്ചിട്ട് ബാക്കിയെല്ലാം ചെയ്തിട്ട് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കലല്ലോ. പിന്നെ കാര്യങ്ങൾക്കിടയിൽ നമ്മൾ അതൊരു വീഡിയോ ആക്കി ഇടലല്ലേ. ഒരു കാര്യം കൂടി പറയട്ടെ, ഇപ്പം നമ്മൾ എന്താ ഒരു ദോശ ഉണ്ടാക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കുകയാണോ വിചാരിച്ചു കഴിഞ്ഞു വെച്ചാൽ ചില വീട്ടിൽ 3 ആളുണ്ടാവും. അപ്പം 3 കുറ്റി പുട്ടുണ്ടാക്കിയ പണി കഴിഞ്ഞു. നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ കുട്ടികളെല്ലാവരും ഉള്ളത് കൊണ്ട് നമുക്ക് എന്താ പറയുക കുറേ സാധനങ്ങൾ ഉണ്ടാക്കണം, നമ്മളെല്ലാവരും ഉള്ളത് കൊണ്ട്. ഇപ്പം ഒറ്റയ്ക്ക് എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, അതുപോലെ നമുക്ക് കൂട്ടുവിടുമ്പോൾ ഇപ്പം ഈ കഴുകി വെച്ച പാത്രങ്ങൾ കുറച്ച് നമ്മളത് പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പാത്രങ്ങളൊന്നും ഇവിടെ കാണില്ല. കുറേ മുറ്റത്തുണ്ടാകും, കുറേ തൊടിയുണ്ടാവും. നമുക്ക് കുഞ്ഞു മക്കളാണ്. അവരിപ്പോൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായമായവരുണ്ട്, അത് ആവാത്തവരുണ്ട്. അപ്പോൾ നമുക്ക് അവരത് എടുത്തത് എന്തെങ്കിലും കളിക്കുമ്പോൾ നമുക്ക് അത് കൊണ്ടുവന്ന് ഉണ്ടാകാണ്ട് കഴുകിയിട്ട് ഇവിടെ അതേപോലെ വെക്കാനേ പറ്റും. നമുക്ക് അത്ര സമയങ്ങളതിൽ പോകാന്നല്ലാണ്ട് ഇപ്പോൾ അവരോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ കുറച്ച് കഴിയുമ്പോഴേക്ക് ശരിയാവും. എനിക്ക് സത്യം പറയുക വെച്ചാൽ അതിനൊന്നും സമയം കിട്ടണില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഏട്ടൻ്റെ അടുത്തേക്ക് പിന്നെ നമ്മുടെ ഓരോ കാര്യങ്ങൾ അതൊക്കെ ഓട്ടപ്പാച്ചിലുകളാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടപ്പാച്ചിലുകളാണ്. സമയം കിട്ടുമ്പോൾ കമന്റിന് റിപ്ലൈ കൊടുക്കുന്നത് സമയം കിട്ടില്ല. അതിൻ്റെ ഇടയിൽ നമ്മൾ എപ്പോഴാണ് കമന്റിനൊക്കെ ഐഡ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ പണി നമ്മുടെ ഉച്ച വരേക്കുള്ള പണി ഉണ്ടാവും. ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുറച്ചേരം ഗ്യാപ്പ് കിട്ടുമ്പോൾ നമുക്ക് വീഡിയോയുടെ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 4 മണിക്ക് പിന്നെ വൈകുന്നേരത്തേക്കുള്ള പണികൾ. ഇപ്പോൾ ഈ സമയങ്ങൾ കഴിഞ്ഞതാ. ഇനി ഇവിടെയൊക്കെ മൊത്തം അടിച്ചു കോരി ഇട്ട് നമുക്ക് എന്താ പപ്പൂന് ചോറ് കൊടുക്കണം. പപ്പൂന് ചോറ് കൊടുത്ത് അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഫോണിലിരിക്കുമ്പോഴേക്കും നമ്മളും മനുഷ്യരല്ലേ, നമ്മളും ഉറങ്ങി പോട്ടോ. അപ്പോൾ ഇത് ആരെയും ഇതായിട്ട് പറയില്ല. കുറേ കൂട്ടുകാർ പറയുന്നുണ്ട് എൻ്റെ അടുത്ത് വിളിച്ചാൽ കിട്ടണില്ല എന്ന്. എത്രയും കൂട്ടുകാർ ഇവിടെ വന്നപ്പോൾ അവർക്ക് അറിയുന്ന അനുഭവമാണ് നമ്മുടെ തിരക്കുകളിലേട്ടാ ഓരോ ഓട്ടപ്പാച്ചിലുകൾ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് എത്ര കൂട്ടുകാർ വരുന്നുണ്ടെന്നറിയോ. ദിവസം പറഞ്ഞ പോലെ ഓരോരുത്തർ വരും. അവർ വന്നു കഴിഞ്ഞാൽ വെച്ചാൽ 1 മണിക്കൂർ ഒന്നരാട് കൂട്ടുകാർ വരുന്നുണ്ട്. നമ്മളിത് എന്താ വെച്ചാൽ വീഡിയോയിലൊന്നും അവരെ നമ്മൾ കാണിക്കണില്ല എന്ന് മാത്രമേ ഉള്ളൂ. താല്പര്യമില്ല. അപ്പൊ നമ്മളിപ്പോ പിന്നെ ഫസ്റ്റ് ടൈം കാണുന്ന ആൾക്കാരാണ് ഓരോരുത്തർ വരിക. അപ്പൊ അവര് വരുമ്പോൾ നമ്മൾ വേഗം അവരോട് സംസാരിച്ച് അവരോട് ഇണങ്ങി നമ്മൾ ഇതാവുമ്പോഴേക്കും ഇപ്പം നമ്മളെ കാണാനല്ലേ വരുന്നത്. അപ്പോൾ അവർക്ക് വീഡിയോ എടുത്ത് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഓരോ ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറഞ്ഞു തരാണ്ട്. എന്തെന്നറിയോ, ഇതാണ്ടോ നമ്മുടെ ഫോണ് കയ്യിൽ നിന്ന് വീണ് ശരിയായി കേട്ടോ. അപ്പോൾ അതും കൊണ്ട് വിളിച്ചു കഴിഞ്ഞാലൊന്നും ചിലവർ വിളിച്ചു കഴിഞ്ഞാൽ എടുക്കണില്ല പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ഇതിന്ന് വിളിച്ചു കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എടുക്കാത്തത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. എനിക്ക് നിങ്ങളെല്ലാവരെയും, കാരണം നമ്മളൊരിക്കലും നിങ്ങളാരും മറക്കില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ ഇങ്ങനെ ഒരു നമ്മളെ ഇഷ്ടം കൊണ്ടാണ് വിളിക്കുന്നതും സംസാരിക്കുന്നതും. അപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ട് നമ്മളെ അഹങ്കാരം കൊണ്ടല്ല, നമ്മുടെ സിറ്റുവേഷൻ അതുകൊണ്ടാണ് ഒന്നാമത്. അല്ലാതെ നിങ്ങളൊന്നും വിചാരിക്കരുത്. നമുക്ക് നിങ്ങളെല്ലാവരും ഇഷ്ടമാണ്. കാരണം നമ്മളിന്ന് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് കേട്ടോ നിൽക്കുന്നത്. പാമിക്ക് എന്തോ തെറ്റിദ്ധാരണ വന്നൊക്കെയാണ്. നമ്മൾ ആരും ഒന്നും അവര് കമന്റ് ചെയ്യുന്നതിന് ആരും ലൈക്ക് ചെയ്യുന്നില്ല എന്നാണ് അവർ പറയുന്നത്. നമ്മള് ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് അവർ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ അതിൽ ലൈക്ക് അടിക്കുന്നില്ല, അതുകൊണ്ട് കമന്റ് ഹൈഡ് ചെയ്തിരിക്കുകയെന്ന് അവർ വിശ്വസിക്കുകയാണ്. അതിപ്പോൾ നമ്മളെന്താണ് അതിനൊക്കെ പറയുക, നമ്മുടെ സാഹചര്യങ്ങളിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണ് കേട്ടോ. നമ്മൾ ഉള്ള പരിമിതികൾക്ക് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഓരോ വീഡിയോസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ എങ്ങനെ പറയുക അല്ലേട്ടാ, നമുക്കിതപ്പോൾ ഒരു വിറകിന് പോകണമെങ്കിൽ നമ്മൾ പോകണം, ഒരു വെള്ളത്തിന് പോകണമെങ്കിൽ നമ്മൾ പോകണം. ഇതൊന്നും നമുക്കൊരാൾ ഇപ്പോൾ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല. ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. നമുക്ക് വേറെ എന്ന് പറയാൻ ഒരാളില്ല. അപ്പോൾ നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് ബുദ്ധിമുട്ടിക്കാതിരിക്കുക. നമുക്കൊരു വീടായിരുന്നല്ലോ. അപ്പോൾ അതൊരു
നമുക്കൊരു വീടായതല്ലേ മക്കളൊക്കെ ട്രൗസർ ഇട്ടിട്ടില്ല, ട്രൗസർ ഇട്ടിട്ടില്ല. ആര് അയ്യോ പൊന്നുകുഞ്ഞ് നമുക്കൊരു വീടായി കൊണ്ടുവരണ്ടേ എല്ലാരും. നമ്മൾ അവിടെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ എല്ലാരും ഇവിടെ തന്നെ. ഇപ്പൊ കുളിക്കാൻ വേണ്ടി വന്നേക്ക. അവിടെ വീടായി എന്നുള്ള മാറ്റം മാത്രമേ നമുക്ക് വന്നിട്ടുള്ളൂ. നമ്മുടെ ജീവിത രീതിയിൽ ഒരു മാറ്റം നമ്മളിപ്പോൾ നമുക്ക് വന്നിട്ടില്ല. കുളി കഴിഞ്ഞോ? ചച്ചിട്ടിട്ട് വരും കേട്ടോ. അപ്പൊ 2, 6 ഞങ്ങള് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് തന്നെയാണ്. അവിടെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ പറയും എന്താ വിട്ടു കൊടുക്കാൻ പറ്റാണ്, അതിൽ പേടിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് വരും. എന്നിട്ട് അടുത്തുള്ളവർ അവർ തന്നെ പറയും നിങ്ങൾ എന്തിനാണ് ആ വീട് മൊത്തം അടച്ചിട്ടിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ആ വീട് മൊത്തം നമ്മളിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. കാരണം അതിലൊരു ഭക്ഷണം ഉണ്ടാക്കണം, ഒന്നും ചെയ്യണില്ല. ഞാൻ അപ്പോഴും പറയും എന്നെ ഒന്നും പറയാതിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഇതാക്കണത് കേട്ടോ. ഉണ്ട്. അല്ലെങ്കിലും രാവിലെ തൊട്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ട്. ഇനി എന്തായാലും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കൽ അങ്ങോട്ട് തന്നെ പോവും. എന്താ പെങ്ങളും കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ചെറിയ അടുപ്പിൽ വെച്ചിട്ട് കാര്യമില്ല, അവിടെ വലിയ അടുപ്പ്. അതൊക്കെ ആദ്യം മുതലേ പറഞ്ഞ് ഇതായിട്ടാണ് നമ്മൾ ഒരു വീട് തന്നെ. നമ്മുടെ ജീവിത രീതിയിൽ മാറ്റം വരില്ല നമ്മൾ അന്നേ പറഞ്ഞല്ലേ. കാരണം നമ്മളത് വരത്തില്ല. കാരണം നമുക്ക് നമ്മുടെ കുടുംബമില്ലാതെ ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് ചിലവർക്ക് പറയും നമുക്ക് കുറെ പ്രസംഗിക്കുകയാണെന്ന്. പ്രസംഗിക്കല്ല കേട്ടോ, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അറിയില്ലല്ലോ. അവസ്ഥകൾ പറയണേ, അല്ലാതെ നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് പറയുന്നല്ല കേട്ടോ. നമ്മൾ അങ്ങനെ ആരോട് തെറ്റ് ചെയ്തിട്ടില്ല. ആമിക്ക് ഇനിയിപ്പോ ഞാൻ കാരണം എന്തെങ്കിലും, ഞാൻ പറയാലോ നമ്മൾ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ പറയണം കേട്ടോ. എനിക്ക് ആരെയും സങ്കടപ്പെടുത്താനോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അങ്ങനെയൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ഇങ്ങനെ ജീവിച്ചു പോകാനാണ് ഇഷ്ടം. എനിക്ക് ഒരുപാട് വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് കേട്ടോ. പക്ഷേ നമ്മളറിയാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്കൊരു ചെറിയൊരു വിഷമം. ഞാൻ പറഞ്ഞില്ലേ വേറെ എന്തെങ്കിലും വഴിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബൊക്കെ നിർത്തി പോകുന്നത് നമ്മളത് ഇന്നതാണെന്ന് പറയേണ്ട ഇതുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നാളെ എന്താ കാണാട്ടോ.